കത്തുന്ന വെയിലിന് മങ്ങലേൽപ്പിച്ച് വേഗത്തിൽ മൂടൽമഞ്ഞെത്തും. വെയിലും മഞ്ഞും മാറി മാറി സന്ദർശിക്കുന്ന മേഖലയിൽ അസാധാരണ കുളിര് പുതപ്പിച്ച് ഇടയ്ക്കൊക്കെ ചെറുമഴ പെയ്യാറുണ്ട്. പിന്നിട്ട മഴക്കാലത്തിൻ്റെ സമൃദ്ധിക്ക് നിലവിൽ ചെറുമങ്ങലേറ്റു തുടങ്ങിയിട്ടുണ്ട്. വനമേഖലയിലൂടെ ഇത്രയധികം ദൂരം സഞ്ചരിച്ചെത്തിച്ചേരാവുന്ന മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മറ്റൊന്നില്ല. ഈ വെയിൽവട്ടം വീഴുന്ന സമയത്ത് ഡാമിൻ്റെ കരയിൽ ചാരുകസേരയിൽ ഇങ്ങനെ ഇരുന്ന് നല്ല ചൂട് ചായ ഊതി കുടിച്ചുകൊണ്ടുള്ള ആയിരിക്കും. അതൊരു വല്ലാത്ത ഫീലായിരിക്കും. ജലസംഭരണികൾ പലത് കടന്നാണ് ഗവിയിലെത്തുക. ഇവിടെയുമുണ്ട് സംഭരണി ചെറുതൊന്ന്. ഇതിലൂടെ തുഴഞ്ഞ് അകലക്കാഴ്ചകളിലേക്ക് അടുക്കാം. വന്യജീവിതങ്ങൾക്കിവിടം രാപകൽ വ്യത്യാസമില്ലാത്ത ദാഹശമനീയമാണ്. ട്രക്കിംഗ്, സഫാരി, മികച്ച ഭക്ഷണം എന്നിവയൊരുക്കി കേരള വനം വികസന കോർപ്പറേഷൻ സഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലെ ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റുകൾ നമ്മൾ അധികം കണ്ടിട്ടില്ല. വാഗമണിലും പൊന്മുടിയിലും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി ഓപ്പൺ ആയിട്ടുള്ള ഫോറസ്റ്റാണ് അവിടെയൊക്കെ. ഇത്രയും ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. അത് ഇതുപോലെ അകത്തൊക്കെ പോയി. ഇന്ന് ഞങ്ങൾ സഫാരിക്കൊക്കെ പോയി, പിന്നെ ട്രക്കിങ്ങിന് പോയി. കൊടുങ്കാടിനുള്ളിൽ താമസിക്കാൻ താല്പര്യമുണ്ടോ? ഗവിയിലേക്ക് വന്നാൽ ഇവിടെ അതിനുള്ള വിശാലമായ സൗകര്യങ്ങളുണ്ട്. 4 വശവും സൗരോർജ്ജ വേലികൾ കൊണ്ട് സംരക്ഷണമുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. എവിടുന്നാ വരുന്നേ? പന്തളം, കുളനട. ഓക്കെ, എങ്ങോട്ടാണ് താമസമൊക്കെ? ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാം വരാൻ പറ്റിയിട്ടുള്ള സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ഇടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മിതമായ തണുപ്പ് കാര്യങ്ങൾ എല്ലാം ഓക്കെയാണ്. എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ലോ ഹൗസിനുള്ളിലേക്ക് പോകാം. ഇത് KFDC ആണ്. പക്ഷേ നമ്മൾ പറയില്ല ഇത് അവരെയാണെന്നൊരു പ്രൈവറ്റ് വില്ല പോലെയാണ് നമുക്ക് തോന്നുള്ളൂ. സാധാരണ വിനോദസഞ്ചാര കേന്ദ്രങ്ങളേതിൽ നിന്നും നിരക്കിൽ ഇവിടെ വ്യത്യാസമുണ്ട്. സഫാരി, ട്രക്കിംഗ്, ബോട്ടിംഗ്, 3 നേരത്തെ ഭക്ഷണം, ഗൈഡിൻ്റെ സേവനം എന്നിവ ചേർത്തതാണ് നിരക്ക്. ലോ ഹൗസുകളാണ് താമസത്തിന് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒരാൾക്ക് ചെലവ് 5310 രൂപ. ക്യാൻവാസ് കോട്ടേജുകൾക്കാണെങ്കിൽ തുക 4720 രൂപയാകും. കൊടുംവനത്തിനുള്ളിലെ താമസം അനുഭവമാക്കാനാണ് തീരുമാനമെങ്കിൽ ഡോം ടെന്റ് തന്നെ തിരഞ്ഞെടുക്കാം. നിരക്ക് 7080 രൂപ. മിസ്റ്റി ഹെവനിലേക്ക് വന്നാൽ 4130 രൂപ. മിസ്റ്റി ഹെവൻ ഡബിൾ, ട്രിപ്പിൾ, ഫാമിലി എന്നിങ്ങനെയുള്ള പാക്കേജുകളും ഗവിയിലുണ്ട്. പകൽ സമയം മാത്രമാണ് ഗവിയിൽ ചെലവിടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ചെലവ് 1770 രൂപയിൽ ഒതുക്കാം. ഭക്ഷണവും ബോട്ട് യാത്ര അടക്കമുള്ളവയും ഇതിൽ ആസ്വദിക്കുകയുമാകാം. അതെന്തോ ആ ഒരു പഴം കാണുന്നത് സാറേ, അത് വെടിപ്പില എന്ന് പറയും മലയാളത്തിൽ. പിന്നെ ഈ ലയൺ ടേക്ക് മറ്റേ സിംഗവളം കുറഞ്ഞു തിന്നുന്ന സാധനമാണ്. അത് മലയെന്നാണ് ഇതിന്. സാറേ, ഇതാണ് ഈ കുന്തിരിക്ക മരം. ഓ, ഇതാ ബ്ലാക്ക് ലാർമ. കരയാണ്. കത്തുന്ന പകലെങ്കിലും സൂര്യൻ മറഞ്ഞാൽ ഇരുട്ടിനൊപ്പം തണുപ്പ് കൂടിയാണ് ഗവിയെ പുതയ്ക്കുന്നത്. ഒന്ന് കണ്ണടച്ചിരുന്നാൽ കേൾക്കാനാകും വന്യതയുടെ സംഗീതമത്രയും.
ഗവി ഡാമിൻ്റെ ഓരത്താണ് റെസ്റ്റോറൻറ്റ്. ഒരേ സമയം ഒരുപാട് പേരെ ഉൾക്കൊള്ളാനാകുന്ന ഇടം. ഗവിയുടെ നൈറ്റ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ വെരി വെരി യൂണിക് എക്സ്പീരിയൻസ് ആണ്. രാത്രിയിലത്തെ ആ ട്രെക്കിംഗ് പോയി മേലെ മല മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വ്യൂ, പിന്നെ ഒരു 1 hour ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് സൺസെറ്റ് ചെയ്ത് കാണുന്ന കോട ഇറങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ ക്ലാരിറ്റി വന്നു. ഗവിയിലെ താമസക്കാരായ ശ്രീലങ്കൻ വംശജരാണ് ഇക്കോ ടൂറിസവുമായി സഹകരിക്കുന്നവരിൽ വലിയൊരു ശതമാനവും. ചുരുക്കത്തിൽ വിനോദസഞ്ചാര രംഗത്തിൻ്റെ വളർച്ചയും വികാസവും ഇവരുടെ ജീവിതത്തെ കൂടിയാണ് വളക്കൂറുള്ളതാക്കി മാറ്റുന്നത്. ഗവി ടൂറിസം ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റേയും ഡേയും അങ്ങനെ 2 പ്രോഗ്രാംസാണുള്ളത്. അപ്പം സ്റ്റേ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വൈകുന്നേരം വന്നിട്ട് ഈ ലേക്കിൻ്റെ സൈഡിൽ നമുക്ക് നൈറ്റ് വ്യൂ, അതായത് നമുക്ക് ആ ഒരു ഫോറസ്റ്റിനകത്തൊരു ശാന്തമായിട്ട് വന്ന് സ്വസ്ഥമായിട്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മുടെ എക്കോ ടൂറിസം കൊണ്ട് ശരിക്കും അർത്ഥമാക്കുന്നത്. ബുക്കിങ്ങുകൾക്ക് kfdcecoTourism.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇപ്പോൾ സമയം ഒരു 7 മണിയായിട്ടേ ഉള്ളൂ. സാമാന്യം നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഇങ്ങനെ കണ്ണടച്ചിരുന്നാൽ നമുക്ക് ചെവിയിൽ നിറയെ ശബ്ദങ്ങൾ കേൾക്കാനാവും. ചുരുക്കത്തിൽ ഗവിയിലെ രാത്രി എന്നുള്ളതൊരു പ്രത്യേക വൈബാണ്. രാത്രിയിലെ ഗവി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഗവി കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയാനുള്ളത്. സിക്കിയ ഫിലാൽ, മാതൃഭൂമി ന്യൂസ്.